വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ അധ്യായം 9 ജന്മന അന്ധനായ ഒരുവന്റെ കഥ പ്രതിപാദിക്കുന്നു. യേശു നിലത്തു തൊപ്പി ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശി നീ സിലോഹാകുളത്തിൽ പോയി കഴുകുക എന്ന് ആജ്ഞാപിച്ചു. തത്പ്രകാരം അവന് കാഴ്ച ലഭിച്ചു. പക്ഷേ അന്ധകാരത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിന്റെ ലോകത്തേക്ക് പടികയറിയത് കാഴ്ചയുണ്ടായിട്ടും അന്ധന്മാരെന്ന് നടിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിലേക്കാണ്. വൈദ്യശാസ്ത്രത്തിന്റെ സഹായമില്ലാതെ കാഴ്ച ലഭിക്കുക വിഡ്ഢിത്തം. അവരവനെ പരിഹസിച്ചു, ഉപദ്രവിച്ചു. കാണാൻ എന്തോന്ന് കാണാൻ ശരിയായിട്ടുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. നടക്കടാങ്ങോട്ട് നടക്ക്. ഇത് വന്നല്ലോ. എന്താണാവോ കേസ് കെട്ട്? സാറേ, കർഫ്യൂവിന്റെ ഇടയിലാണ് വഴി നീളവന്റെ ഓട്ടം തുള്ളല്. അന്ധനായി ഭിക്ഷ യാചിച്ചിരുന്നവനിപ്പോ കാഴ്ച കിട്ടിയത്രേ. സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ, അതാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഒന്ന് വ്യക്തമാക്കണോ? താൻ പറഞ്ഞു വരുന്നത് ഇയാൾ ജന്മന അന്ധനാണെന്നാണോ? കുറെ വർഷങ്ങളായി ഞാൻ ഇവിടൊക്കെ തന്നെയാണ് ഡ്യൂട്ടിക്ക്. ദേവാലയ പരിസരത്ത് ഇവൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് പാട്ടുപാടുന്നത് പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. സത്യം പറയണമല്ലോ, നാട്ടുകാർക്കൊക്കെ ഇവന്റെ പാട്ട് വലിയ ഇഷ്ടവുമാണ്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ പോലും ശങ്കിച്ചു പോകുന്നു ഇവൻ ജന്മന അന്ധനായിരുന്നു എന്ന്. എന്തിനാടാ പേടിക്കുന്നത്? നീ ഇങ്ങടുത്തേക്ക് വാ, എന്നോട് പറ, നീ ശരിക്കും ജന്മന അന്ധനായിരുന്നോ? സാറ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ജന്മന അന്ധനാണ്. അവന്റെ അപ്പനെയും അമ്മയും വിളിപ്പിക്കേ, അപ്പോൾ അറിയാം നെല്ലും പതിരും. എവിടെ നിന്റെ അച്ഛനും അമ്മയും? എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ടി വരുമായിരുന്നില്ല. അതെ സാറേ, ഒരല്പസമയം മുമ്പ് വരെ ഞാൻ അന്ധനായിരുന്നു. ദേവാലയത്തിന് മുന്നിലുള്ള അങ്ങാടിയിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുന്നത് കേട്ട് ഞാനും ഓടി എവിടെയൊക്കെ തട്ടിത്തടഞ്ഞു വീണു. പിന്നീട് ആരോ എന്നെ സ്പർശിച്ചു. എന്റെ കണ്ണുകളിൽ തലോടി. അതെ, ആ നിമിഷം മുതൽ ഞാൻ കാഴ്ച എന്തെന്നറിയുകയായിരുന്നു. സ്പർശിച്ചെന്നോ? ആരാ നിന്നെ സ്പർശിച്ചത്? ആ ഭാഗ്യം എനിക്കുണ്ടായില്ല സാറേ. അന്ധകാരത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രകാശത്തിന്റെ ലോകത്തേക്ക് എന്നെ നയിച്ച ആ രക്ഷകനെ കാണാൻ എനിക്കായില്ല. അപ്പോഴേക്കും അദ്ദേഹം അപ്രത്യക്ഷനായി. ഇവിടെ ആവശ്യത്തിന് ദൈവങ്ങളും അവതാരങ്ങളും ഒക്കെ ഉണ്ട്. അത് തന്നെ ധാരാളം മതി. നീ ആയിട്ടൊന്നും പുതിയത് സൃഷ്ടിക്കണ്ട കേട്ടോടാ. കുട്ടികളോ എന്റെ കരണം നോക്കിയെന്ന് പുതിയ പുതിയ തന്ത്രമന്ത്രങ്ങൾ, കാഴ്ചശക്തി തിരികെ ലഭിക്കുക, അതും വൈദ്യശാസ്ത്രത്തിന്റെ സഹായമില്ലാതെ. ഇതെന്താ വെള്ളരിക്കപ്പെടണമോ? നാളെ കേൾക്കാം പന്നികൾ പറക്കുന്നെന്ന്. സാറേ, മുളയിലേ നുള്ളിയാൽ നന്ന്. വച്ചു പൊറിപ്പിക്കരുത് ഇത്തരം വിഡ്ഢിത്തരങ്ങളെ. എന്തിനു നുള്ളണം? കടയോടെ പിഴുതെറിയണം. കേട്ടോടാ മരമാക്രി, നിന്നെ പോലെ പല കോമാളികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തരം നാടകങ്ങൾ ചിന്നാട്ടിൽ പുതിയ അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും പ്രചരിപ്പിക്കാനാണ് പരിപാടിയെങ്കിൽ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. നാളെ സൂര്യോദയത്തിന് മുൻപ് നിന്റെ നിഴൽ പോലും ഈ ഗ്രാമത്തിൽ കണ്ടുപോകരുത്. പൊയ്ക്കോ എങ്ങോട്ടെങ്കിലും, അല്ലെങ്കിൽ നീ വിവരമറിയും. ഇവൻ അന്ധനായിരുന്ന അവസ്ഥയിൽ ഭിക്ഷ യാചിച്ചിട്ടാണെങ്കിലും മനസമാധാനത്തോടെ ജീവിതം നയിച്ചു. എന്നാൽ തമസോമാ ജ്യോതിർഗമയ എന്ന യാചന യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ആനന്ദ് ചുല്ലസിക്കേണ്ടതിന് പകരം തമസിന്റെ മറ്റൊരു ലോകം അവനെ കീഴടക്കുകയായിരുന്നു. ഏകാന്തതയുടെ ഒറ്റപ്പെടലിന്റെ വേദനയും പേറി അവൻ നടന്നകന്നു. പക്ഷേ അപ്പോഴും അവന്റെ മനസ്സ് പാടിക്കൊണ്ടേയിരുന്നു. അന്ധനു കാഴ്ച നൽകിയ വചനമേ, സന്തതമരുളുക ഒരു വചനം. മാരകമാമെന്റെ
ആത്മാവിനന്ധത ദൂരെയകറ്റി നീ സുഖമാക്കൂ.